നമസ്കാരം. ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിക്കറ്റ് ടൂർണമെന്റായ ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് അടുത്ത മാസം തുടക്കമാവുകയാണ്. 2017 അവസാനത്തെ എഡിഷനിലെ റണ്ണറപ്പായ ഇന്ത്യൻ ടീം ഇത്തവണ കിരീടവുമായി നാട്ടിലേക്ക് മടങ്ങാമെന്ന ശുഭപ്രതീക്ഷയിലാണ്. ടൂർണമെന്റിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് KL രാഹുലും ഋഷഭ് പന്തുമാണ്. ഇവരിൽ ഋഷഭാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ എന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. എങ്കിലും ഇത് ശരിയല്ല എന്ന ഇംഗ്ലണ്ടിനെതിരെ ഇപ്പോൾ നടക്കുന്ന ഏകദിന പരമ്പര തെളിയിച്ചിരിക്കുകയാണ്. കാരണം ഇതിനകം നടന്ന 2 മത്സരങ്ങളിലും രാഹുൽ വിക്കറ്റ് കാത്തപ്പോൾ ഋഷഭ് വാട്ടർ ബോയിയായി ബെഞ്ചിലിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ T20 ലോകകപ്പിൽ മലയാളി താരം സഞ്ജു സാംസണ് എന്താണോ സംഭവിച്ചത്, അതേ വിധിയാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഋഷഭിനെയും കാത്തിരിക്കുന്നത്. ഇന്ത്യ കിരീടം ചൂടിയ കഴിഞ്ഞ വർഷത്തെ T20 ലോകകപ്പിലെ വിക്കറ്റ് കീപ്പർമാർ ഋഷഭ് പന്തും സഞ്ജു സാംസണുമായിരുന്നു. ടൂർണമെന്റിന് മുൻപ് നടന്ന IPL ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്തത് സഞ്ജുവായിരുന്നു. അതുകൊണ്ട് തന്നെ T20 ലോകകപ്പിലും അദ്ദേഹത്തിനാകും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ റോളിലേക്ക് മുൻതൂക്കം ലഭിക്കുകയെന്നും എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ടൂർണമെന്റിന് മുന്നോടിയായി ബംഗ്ലാദേശിനെതിരെ നടന്ന ഏക സന്നാഹ മത്സരത്തിൽ മാത്രമാണ് സഞ്ജുവിന് 11-ൽ ഇടം ലഭിച്ചത്. ഓപ്പണറായി ഇറങ്ങിയ സഞ്ജുവിന് അവസരം മുതലാക്കാനായില്ല. എന്നാൽ ഇതേ മത്സരത്തിൽ ഋഷഭ് 50യും കുറിച്ചു. ഇതോടെ T20 ലോകകപ്പിലെ മുഴുവൻ കളിയിലും ഋഷഭിനെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറാക്കിയ മുൻ നായകൻ രോഹിത് ശർമ്മ സഞ്ജുവിനെ സ്ഥിരം വാട്ടർ ബോയ് ആക്കുകയും ചെയ്തു. ഋഷഭിനാകട്ടെ ടീം മാനേജ്മെന്റ് തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാനും സാധിച്ചില്ല. ഫൈനലിൽ ഉൾപ്പെടെ ഫ്ലോപ്പായ ഋഷഭ് ഒരു 50 പോലും ഇല്ലാതെയാണ് ടൂർണമെന്റ് അവസാനിപ്പിച്ചത്. സൗത്ത് ആഫ്രിക്കയുമായുള്ള ഫൈനലിൽ സഞ്ജു കളിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തോട് തയ്യാറായിരിക്കാൻ ടീം മാനേജ്മെന്റ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ടോസിന് തൊട്ടു മുൻപാണ് ഋഷഭിനെയാണ് കളിപ്പിക്കുന്നത് എന്ന കാര്യം സഞ്ജുവിനെ രോഹിത് ശർമ്മ അറിയിച്ചത്. ഇക്കാര്യം സഞ്ജു തന്നെയാണ് പിന്നീട് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷത്തെ T20 ലോകകപ്പിൽ ഒരു മത്സരത്തിൽ പോലും അവസരം ലഭിക്കാതെ പുറത്തിരിക്കേണ്ടി വന്ന ഗതികേട് സഞ്ജു സാംസൺ ആയിരുന്നുവെങ്കിൽ വരാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഋഷഭ് പന്തിന്റെ ഊഴമായിരിക്കും. കാരണം ഏകദിനത്തിൽ 5ാം നമ്പറിൽ ബാറ്റർ എന്ന നിലയിൽ അത്രയും മികച്ച റെക്കോർഡാണ് രാഹുലിനുള്ളത്. ഈ ഒരു കാരണത്താൽ തന്നെ അദ്ദേഹത്തെ 11-ൽ നിന്നും മാറ്റി നിർത്തുക എന്നത് ഇന്ത്യക്ക് അസാധ്യമായിരിക്കുകയാണ്. 2023 ഇന്ത്യ ഫൈനൽ വരെ എത്തിയ ICCയുടെ ഏകദിന ലോകകപ്പിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും 5ാം നമ്പർ ബാറ്ററും രാഹുലായിരുന്നു. ഈ റോളിൽ അദ്ദേഹം കസറുക തന്നെ ചെയ്തു. 75.33 എന്ന ഗംഭീര ശരാശരിയിലാണ് രാഹുൽ റൺസ് അടിച്ചെടുത്തത്. 2017 മുതൽ 2023 വരെയുള്ള കണക്കുകൾ എടുത്താൽ ഏകദിനത്തിൽ 30 മത്സരങ്ങളിൽ അദ്ദേഹം 5ാമനായി ബാറ്റ് ചെയ്തിട്ടുണ്ട്. ഇവയിൽ നിന്നും 57.22 ശരാശരിയിൽ 95.42 സ്ട്രൈക്ക് റേറ്റോടെ 1259 റൺസും നേടി. 2 സെഞ്ചുറികളും 9 അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഉയർന്ന സ്കോർ 112 റൺസും ആണ്.